ഈ ബിന്ദു എന്ന് പറഞ്ഞ വീട്ടമ്മയ്ക്ക് അവർ പോലീസ് സ്റ്റേഷനിലായിരുന്ന സമയത്ത് ദാഹിച്ച വെള്ളം പോലും കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഏതായാലും മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് SI അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ASI അദ്ദേഹത്തെ 1-2 കോൺസ്റ്റബിൾമാരെയും കൂടി സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറത്തൊന്നും സംഭവിക്കില്ല. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇൻസ്പെക്ടറും ഒക്കെ ഒന്നുകിൽ അവരുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിൽ തിരിച്ചെടുക്കും, അല്ലെങ്കിൽ ഏറ്റവും അധികം കൈക്കൂലി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്ത് തിരിച്ചെടുക്കും. അതുമല്ലെങ്കിൽ അവരുടെ ഭാര്യ വീട്ടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെടുക്കും എന്നുള്ളതായാലും ഉറപ്പാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഒരു സംവിധാനം അങ്ങനെയാണ്. എപ്പോഴും ഭരണകൂടം കുറ്റവാളികളുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അതിക്രമം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ ആയിരിക്കും. ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ടായി ഉരുട്ടിക്കൊല കേസാണ്. ആ ഉരുട്ടിക്കൊലയ്ക്ക് വിധേയനായ ചെറുപ്പക്കാരൻ്റെ 2 പോലീസുകാർക്ക് വധശിക്ഷ വിധിച്ചു. അതിൻ്റെ അപ്പീൽ ഇതുവരെ കേട്ടിട്ടില്ല. ആ കൂടെ ശിക്ഷിക്കപ്പെട്ട ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ ഒരു ഇൻസ്പെക്ടർമാർ, വിചാരണ തീർന്ന് ഇവരെ ശിക്ഷിക്കുന്ന ഘട്ടമെത്തിയപ്പോഴേക്കും പലരും സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞ പോസ്റ്റിലെത്തിയിരുന്നു. അവർ പ്രൊമോഷൻ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ IPS പരിഗണിക്കണം എന്ന് പറഞ്ഞ് അർജി കൊടുത്താണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. ഇത്ര വലിയ കൊലക്കുറ്റം ചെയ്ത ആളുകൾ പോലീസുകാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന് വിചാരണ കോടതി ശിക്ഷിച്ച ആളുകൾക്ക് IPS കിട്ടാത്തതിലാണ് വിഷമം. സർക്കാരിനും അവരോടായിരുന്നു സിമ്പതി. അപ്പോൾ സംഭവത്തിൻ്റെ കിടപ്പോശം എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലോ.